കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം. ഇതിൻ്റെ ബോർഡ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ബോർഡ് കടയിൽ പറഞ്ഞാൽ മതി, അവർ കൊണ്ടുതരും. അപ്പോൾ ഇതൊന്ന് നമ്മൾക്ക് വേറൊരു ആവശ്യം ഡി സിയിൽ ചെറിയൊരു ഐഡിയ വന്നു, ഡി സിയിൽ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് നോക്കിയതാണ്. അപ്പോൾ DC 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം ഈ സംഭവം. അതായത് DC ഉപയോഗത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സോളാർ പാനലോ അല്ലെങ്കിൽ ബാറ്ററി പവറൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് BLDC ഫാന് ഉപയോഗിക്കാം. അതിന് DC ഫാൻ പുതുതായിട്ട് വാങ്ങിക്കാനൊന്നും പോകണ്ട. കേടായിപ്പോയ ഏതെങ്കിലും ഒരു BLDC ഫാൻ എടുത്താൽ മതി. അതിനുശേഷം ഈ രീതിയിൽ കണക്ഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് പവർ ഓഫ് ചെയ്ത് നോക്കാം. ഇതാ BLDC ഫാന് DCയിൽ അടിപൊളിയായിട്ട് റൺ ആകുന്നുണ്ട്. ഇത് കറക്റ്റ് അലൈൻമെൻ്റ് അല്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഇതൊക്കെ അഴിച്ച് ടോപ്പ് കവർ ഇട്ടാൽ മാത്രമേ കറക്റ്റ് അലൈൻമെൻറ്റിൽ ഇത് നിൽക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ ഫുൾ സ്പീഡിലോട്ട് വരത്തുള്ളൂ. അതേപോലെ തന്നെ ഇത് റിമോട്ടെല്ലാം വർക്കാവുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും സ്പീഡ് കുറവിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം 6ാമത്തെ സ്പീഡിലോട്ട് ഇട്ടിട്ടുണ്ട്. ഹൈ സ്പീഡ് ആയിട്ടുണ്ട്. ഇതൊരു BLDC ഫാനാണ്. അപ്പോൾ ഇത് ഇടിവെട്ടിൽ മൊത്തത്തിൽ കത്തിപ്പോയതാണ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് മോഡലാണ്. പഴയ മോഡലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി PCBയുടെ സൈസ് വലുതായിരിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം ആയതേ ഉള്ളൂ. വാറണ്ടി പീരീഡൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ലേറ്റസ്റ്റ് മോഡലായത് കാരണമാണ് ഇതിൻ്റെ PCBയുടെ കോമ്പണൻറ്റുകളൊക്കെ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ, ഇതാണ് ഡ്രൈവർ ബോർഡ് അല്ലെങ്കിൽ നമ്മൾക്ക് ഇതൊരു 3 ഫേസ് മോട്ടറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, പെർമനൻറ്റ് മാഗ്നറ്റൈസാണ് പീസുകളായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വൈൻഡിങ് ഒരു 3 ഫേസ് മോട്ടറിൻ്റെ വൈൻഡിങ് പോലെയാണ്. അപ്പോൾ ഈ DC വോൾട്ടേജ് AC-നെ ഇവിടെ DC ആക്കുന്നു. SMPS ഉപയോഗിച്ചിട്ട് SMPS-നെ ആ DC-നെ നമ്മൾ വീണ്ടും കൺവേർട്ടാക്കി 3 ഫേസുകളുള്ള AC ആക്കി മാറ്റുന്നു. സൈൻ വേവ് ആയിരിക്കാം, സ്ക്വയർ വേവ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൾസ് വിഡ്ത്ത് മോഡുലേഷനോ അങ്ങനെ വേറെ എന്തെങ്കിലും ഓരോ കമ്പനിയുടെ ടെക്നോളജി എന്താണോ അതനുസരിച്ചായിരിക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാം ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഈ PCB കിട്ടാനായിട്ട് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചോദിച്ചിട്ടുണ്ട് എവിടെ കിട്ടുമെന്ന്. അപ്പോൾ PCB നമ്മൾക്ക് ഈ സാധാരണ കോമ്പണൻറ്റുകൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ വാങ്ങിക്കുന്ന കടകളിൽ, ഓൺലൈനൊന്നും ഇത് അവൈലബിൾ അല്ല, പാർട്സുകൾ വാങ്ങിക്കുന്ന കടകളിൽ ഈ ബോർഡ് ഇങ്ങനെ തന്നെ കൊണ്ടു കാണിച്ചാൽ മതി. അവർ എനിക്കിപ്പം ഒരാഴ്ചക്കുള്ളിൽ വേറെ ഒരെണ്ണം കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ കിട്ടത്തില്ല. നമ്മൾക്ക് എന്തായാലും അതിന് ഈ രീതിയിലുള്ള 3 ഔട്ട്പുട്ടുകളായിരിക്കണം. റെഡ്, യെല്ലോ, ബ്ലൂ എന്നീ ഈ ഔട്ട്പുട്ടായിരിക്കണം ഈ മോട്ടറിന് പോകുന്നത്. അപ്പോൾ ആ PCB കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇതെന്തായാലും വരാൻ വേണ്ടി ഒരാഴ്ച എടുക്കും. ഇന്ന് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇതിനെ നമ്മൾക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അതായത് DCയിൽ നമ്മൾക്ക് എന്തായാലും ഇതിവിടെ DC കൺവേർട്ടായിട്ടാണ് വരുന്നത് ഈ ബോർഡിലോട്ട്. അപ്പോൾ ഒന്ന് DC കൊടുത്ത് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാം എന്ന് തോന്നി. അങ്ങനെ വർക്ക് ആകുകയാണെങ്കിൽ നമ്മൾക്ക് ബാറ്ററിയിൽ ഉപയോഗിക്കാം, സോളാറിൽ ഉപയോഗിക്കാം. നമുക്ക് വേറെ ഫാനൊന്നും അന്വേഷിച്ച് പോകണ്ട. ഈ രീതിയിൽ ഡാമേജ് ആയ ഫാൻ, അതായത് ഈ ഡ്രൈവർ ബോർഡിന് കുഴപ്പമൊന്നുമില്ലാത്ത ഫാനുകൾ നമ്മൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ പവർ സപ്ലൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുക. അതായത് ഇതാണ് ഇതിൻ്റെ ഔട്ട്. ഈ സെക്ഷനിലോട്ടുള്ളതെല്ലാം പോയതാണ് ഇടിവെട്ടിൽ. ഭാഗത്തോട്ടൊന്നും പോയിട്ടുണ്ടായിരിക്കത്തില്ല. മാക്സിമം ഈ ട്രാൻസ്ഫോമർ ഇവിടെയാണ്. ഈ ഭാഗങ്ങളിലോട്ടൊന്നും പോയിട്ടുണ്ടായിരിക്കില്ല. അതിന് വേണ്ട പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ഈ സാധനങ്ങളൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടി കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തോട്ടൊന്നും പോയിട്ടില്ല. ഇവിടെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ കാണാം. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുക. അപ്പോഴത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് അറിയാമല്ലോ. ഈ ഭാഗം പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാകും കപ്പാസിറ്ററിന്. അതിൻ്റെ പാഡ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോസിറ്റീവ് നെഗറ്റീവും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിവിടെ 2 വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇടിമിന്നൽ വന്നപ്പം ഈ പാഡ് ഇവിടെയാണ് AC വരുന്നത്. ഇവിടുന്ന് നേരെ അടി ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത്, ഇതിൻ്റെ ബോഡിയിലേക്ക്. ഇവിടെ ഒരു മാർക്കിങ്ങും കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് കത്തിയത്. സംഭവം പവറപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പരിപാടി എടുത്ത് നോക്കാം. ഇതിങ്ങനെ വർക്കാകുന്നില്ല. നമ്മൾക്ക്
സംഭവം വർക്കാവുന്നുണ്ട്. പക്ഷേ ഇത് 12 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴെനിക്കൊരു സംശയമുണ്ട്, ഈ സംഭവം ബോർഡ് ഇത് 24 വോൾട്ടിൻ്റെ ബോർഡായിരിക്കണം. 24, അതായത് ഈ കപ്പാസിറ്റർ നോക്കിയാൽ മതി. ഇതിൻ്റെ റേറ്റിംഗ് മാക്സിമം 35 വോൾട്ടാണ്. അതായത് 220 മൈക്രോ ഫാരഡ് 35 വോൾട്ടാണ് ഇതിൻ്റെ റേറ്റിംഗ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കുറവായിരിക്കും. അപ്പോൾ BLDC മോട്ടോഴ്സ് വരുന്നത് 24, 36 ഇങ്ങനെയുള്ള വേരിയൻറ്റിലാണ്. അപ്പോൾ നമ്മൾക്ക് ഇനി 24 വോൾട്ട് കൊടുത്ത് നോക്കാം. അപ്പം 24 വോൾട്ട് നമുക്ക് ഈ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉള്ളൂ. അത് എടുക്കാൻ വേണ്ടി നമുക്ക് ഈ ബൂസ്റ്റർ ഉപയോഗിക്കാം. ഈ ബൂസ്റ്റർ ഇതിനകത്തോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. DC to DC കൺവേർട്ടറാണ്. DC to DC ബൂസ്റ്ററാണ് ഈ സാധനം. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് 24 വോൾട്ട് ആക്കിയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് വരാം. ബൂസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വേരിയബിൾ റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പം 24 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പവർ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണക്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. പൊളാരിറ്റിയൊക്കെ പ്രത്യേകിച്ച് നോക്കണം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാറ്ററിയിലോട്ട് പവർ അപ്പ് കൊടുത്ത് നോക്കാം. അടിപൊളി, മോട്ടർ വർക്കാവുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇദ്ദേഹത്തെ ഒന്ന് തലതിരിച്ച് വെക്കാം. നല്ല സ്പീഡായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. അപ്പം ഇനി റിമോട്ടിൽ നമുക്ക് ഇതിപ്പോൾ 1 കിടക്കുന്നത്. സ്പീഡ് കൂടിയിട്ടുണ്ട്. 3 പിന്നെ സ്പീഡ് കൂടിയിട്ടുണ്ട്. 4 ഇതാ ബാക്കിലെ കവർ ഇടാത്തതുകൊണ്ടാണ് ചെറിയൊരു നോയ്സ് കേൾക്കുന്നത്. അതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിലോട്ട് വന്നിട്ടില്ല. ഇത്തേലുണ്ടല്ലോ ഇവിടെ ബയറിങ് മുകളിൽ കയറിയിരുന്നാൽ മാത്രമേ നമുക്ക് കൃത്യ ഒരു അലൈൻമെൻറ്റിൽ വരത്തുള്ളൂ. അപ്പോൾ 5 പോട്ടെ. നല്ല സ്പീഡായിട്ടുണ്ട്. ഫുൾ സ്പീഡിലോട്ട് വന്നിട്ടുണ്ട്. അടിപൊളി, ഇത് നല്ല സ്പീഡുണ്ട്. ഇതിൻ്റെ അലൈൻമെൻറ്റ് ശരിയല്ല. അപ്പോൾ നമ്മളിവിടെ എന്താ കൺഫേം ചെയ്ത്, ഈ പവർ സപ്ലൈക്ക് മാത്രമാണ് കംപ്ലൈൻറ്റ്. ഈ ബോർഡ് പോയിട്ടില്ല, ഡ്രൈവർ ബോർഡ് പോയിട്ടില്ല എന്ന് കൂടി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഈ ഒരു സംഭവം ഞാൻ ഇടുന്നില്ല. ഇത് ബെയറിംഗ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഊരാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് വീണ്ടും ഈ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇടാൻ പോകുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ റെഡിയാക്കാൻ പറ്റാത്ത BLDC ഫാനൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി DC കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും ഞാൻ ഫിക്സ് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ പുതിയ ബോർഡ് വരുമ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ ഇതൊന്ന് റെഡിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സെക്ഷനിൽ, മെയിൻ സെക്ഷനിലെ AC സെക്ഷനിൽ ഈ സംഭവങ്ങളും എല്ലാം ഡാമേജ് ആയിട്ടേ ഉള്ളൂ. അത് നമുക്ക് വേറെ ബോർഡിനകത്തുനിന്നൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് വയ്ക്കാം. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഈ രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കേണ്ടവർക്ക് DC ഈ രീതിയിൽ സപ്ലൈ എല്ലാം കൊടുത്തതിന് ശേഷം നോർമലായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഇതിന് മാക്സിമം ഈ ഡ്രൈവർ ബോർഡ് പോയി എന്ന് പറയും. ഇതൊരിക്കലും പോകത്തില്ല ഈ സംഭവം. ഇത് നല്ല പക്ക ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ്. മാക്സിമം പോകുന്നത് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ മാത്രമേ പോകത്തുള്ളൂ. വേറെ ബോർഡുകളൊക്കെ ആണെങ്കിൽ ഈ സെക്ഷൻ, ഈ മദർ ബോർഡ് സെക്ഷൻ, ഇത് വെറും മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഒരു റെഗുലേറ്റർ ഉണ്ട്. ഇൻപുട്ട് വരുന്ന ഈ മൈക്രോ കൺട്രോളറിന് ഒരു റെഗുലേറ്റർ ഉണ്ട്. പിന്നെ ഈ മൈക്രോ കൺട്രോളറിന് ഇത് IR കൊടുക്കാൻ വേണ്ടി ഒരു ഇൻ്റർഫേസ് കൊടുത്തിട്ടുണ്ട്, ഒരു ചിപ്പ്. അതേപോലെ തന്നെ ഔട്ട്
മൈക്രോ കൺട്രോളറിൻ്റെ ഔട്ട്പുട്ട് ബൂസ്റ്റ് ചെയ്ത് മോസ്ഫെറ്റ് വെച്ചിട്ട് പവർ അപ്പ് ചെയ്തിട്ട് മോട്ടറിലോട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇതിൻ്റെ ഈ പവർ സപ്ലൈ ബോർഡ് മാത്രമേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടും അടിച്ചു പോകാനുള്ള സാധ്യതയും ഉള്ളൂ. ചില ബോർഡുകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സംഭവം ഓൺ ബോർഡിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതാകുമ്പം അവർ ഈ കമ്പനി ഇങ്ങനെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി അവർക്ക് സർവീസ് ചെയ്യാൻ എളുപ്പത്തിനായിരിക്കും. ഏതെങ്കിലും ബോർഡ് പോയിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഇത്രയും സെക്ഷൻ മാറ്റി വെച്ചാൽ മതി. ഇതിവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചേക്കുന്നതാണ്. ഇത് ജമ്പറിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. പിന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ഇങ്ങനെയൊക്കെ പോയ സാധനങ്ങൾ കളയണ്ട. നിങ്ങൾ ഈ ബോർഡ് കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി. അവരോട് പറഞ്ഞാൽ മതി. അവർ ഒരാഴ്ചക്കുള്ളിൽ റെഡിയാക്കി തരും. എവിടെയെങ്കിലുമൊക്കെ ഇതിന് സ്യൂട്ടബിൾ ആകുന്ന ബോർഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ റിപ്പയർ ചെയ്യുന്നവർ ചെറിയ ഡിങ്കോൾഫി പരിപാടികളൊന്നും വെച്ച് ഇത് റിപ്പയർ ചെയ്യാതിരിക്കുക. അതായത് ഇവിടെയൊക്കെ കത്തിയതൊക്കെയാണ്. മൊത്തമായിട്ടെല്ലാം ചെക്ക് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ പിന്നീട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒന്നും കൂടി കത്തിപ്പോകുന്നതായിട്ട് ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാറ്റുമ്പോൾ ബോർഡ് ഫ്രഷ് ആയിട്ട് തന്നെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സ്വന്തമായിട്ട് പണിയെടുക്കുന്നവർക്ക് നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇതൊക്കെ മാറ്റിയിട്ട് വേറെ ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് റിമൂവ് ചെയ്തെടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്.